ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറന്റ് അഫയേഴ്സ് ആണ്. 2023 ജൂൺ മാസത്തെ കറന്റ് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്റെ പേര് ആന്റണി രാജ്. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. കേരള പോലീസ് ഒരു വെബ് പോർട്ടൽ ആരംഭിച്ചു. അതായത് കേരള പോലീസിന്റെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുക എന്നുള്ള രീതിയിൽ ഒരു വെബ് പോർട്ടൽ ആരംഭിച്ചു. ആ വെബ് പോർട്ടലിന്റെ പേരാണ് തുണ എന്നാണ് പേര്. തുണ, TUNA, തുണ കേട്ടോ. ട്യൂണ എന്ന് വായിക്കരുത്, അത് തുണയാണ്, തുണ കേട്ടോ. അപ്പൊ കേരള പോലീസിന്റെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന വെബ് പോർട്ടലിന്റെ പേരാണ് സുഹൃത്തുക്കളെ തുണ എന്ന് പറയും. ഓർത്തു വെക്കുക, തുണ. ഓക്കെ. ഈ വർഷം അല്ല, കഴിഞ്ഞ വർഷം 2023 അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റ്, അതിന്റെ പേരാണ് ബിപോർജോയി എന്നാണ് പേര്. ശ്രദ്ധിച്ചു കേൾക്കണം, ബിപോർജോയി. നിങ്ങൾ കിൻഡർ ജോയി എന്ന് കേട്ടിട്ടുണ്ട്. ഇതിന്റെ പേര് ബിപോർജോയി എന്നാണ്. ബിപോർജോയി, ശ്രദ്ധിക്കൂ, ബിപോർജോയി. ചോദ്യം ഇങ്ങനെ വരാം: ബിപോർജോയി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏത്? ബിപോർജോയി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സുഹൃത്തുക്കളെ, ദാറ്റ് ഈസ് ബംഗ്ലാക്കാരാണ്. ബംഗ്ലാദേശ് ആണ് പേര് നൽകിയത്, ബംഗ്ലാദേശ്. അപ്പോൾ ഒരു ബിപോർജോയി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ബംഗ്ലാദേശ് എന്നുള്ളത് കിട്ടി. ബിപോർജോയി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ബംഗ്ലാദേശ്. അടുത്തത് ബിപോർജോയി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബിപോർജോയി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അർത്ഥമാണ് ദുരന്തം. അല്ലെ, ദുരന്തം. ഇങ്ങനെ ഒരു വാക്കൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ദുരന്തം. അല്ലെ, എന്തൊക്കെ ദുരന്തങ്ങളാ, ഓരോ ദുരന്തം. അല്ലെ, അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് ബിപോർജോയി, പേര് നൽകിയത് ബംഗ്ലാദേശ്, അർത്ഥം ദുരന്തം എന്നാണ്. അപ്പോൾ ആ പോയിന്റ് അവിടെ ക്ലിയർ ആയി. അടുത്തത് പത്മ പുരസ്കാരം. പത്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നൽകുന്ന പുരസ്കാരമാണ്. പത്മവിഭൂഷൺ, പിന്നെന്താണ് പത്മഭൂഷൺ, പിന്നെന്താണ് പത്മശ്രീ. അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പത്മ പുരസ്കാരം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏത്? ഇന്ത്യയിൽ ഒരു പൗരന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത് ഭാരതരത്നയാണ്. രണ്ടാമത്തതാണ് പത്മവിഭൂഷൺ, മൂന്നാമത്തത് പത്മഭൂഷൺ, നാലാമത്തത് പത്മശ്രീയാണ്. ആ ഒരു ഓർഡർ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെയാണ്. ഓക്കെ, ഭാരതരത്ന അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള താഴോട്ടുള്ള പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവയെ കോമൺ ആയി വിളിക്കുന്ന പേരാണ് പത്മ പുരസ്കാരം എന്ന്. പത്മ പുരസ്കാരം ലഭിച്ചവർക്ക് പെൻഷനായി 10,000 രൂപ നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? പത്മ പുരസ്കാരം ലഭിച്ചവർക്ക് പെൻഷനായി 10,000 രൂപ നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ സംസ്ഥാനം, അതാണ് ഹരിയാന എന്ന സംസ്ഥാനം. ഹരിയാന, അല്ലെ? ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഇന്ത്യയുടെ പാൽത്തൊട്ടിയാണ് ഹരിയാന. കൽപ്പന ചൗളയുടെ ജന്മനാടാണ് ഹരിയാന. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ആദ്യം നിലവിൽ വന്നത് ഹരിയാനയിലാണ്. എല്ലാ ഗ്രാമങ്ങളും പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ്. അങ്ങനെ ഹരിയാനയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല. പത്മ പുരസ്കാരം ലഭിച്ചവർക്ക് 10,000 രൂപ പെൻഷൻ നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഹരിയാന. പോയിന്റ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒരു ബുക്കിന്റെ പേരാണ്. ഈശ്വരാ വഴക്കില്ലല്ലോ. ഈശ്വരാ വഴക്കില്ലല്ലോ ആരുടെ കൃതിയാണെന്ന് അറിയാം? ആരുടെ ബുക്കാണ്? സലിം കുമാർ പുറത്തിറക്കിയ, അല്ലെ, സിനിമാ നടൻ, അല്ലെ, ഹാസ്യ നടൻ സലിം കുമാർ എഴുതിയ ബുക്കാണ് ഏത്? ഈശ്വരാ വഴക്കില്ലല്ലോ. ഈശ്വരാ വഴക്കില്ലല്ലോ ആരുടേതാണ്? സലിം കുമാറിൻ്റെതാണ് കേട്ടോ. ആരുടെയാണ്? സലിം കുമാർ. ഇനി അടുത്തത് വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് കേട്ടോ. ടേബിൾ ടെന്നീസ് ആണ്, ടെന്നീസ് അല്ല. ടേബിൾ ടെന്നീസ് ആണ്. ശ്രദ്ധിച്ചു കേട്ടു, ടേബിൾ ടെന്നീസ് ആണ്. ഇവിടെ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2023 കുറിച്ചാണ് പറയുന്നത്. 2023 നടന്ന വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ച് നടന്നു? ദക്ഷിണാഫ്രിക്ക. 2023 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ച് നടന്നു? ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്നു. ആര് ജേതാക്കളായി? ചൈന ജേതാക്കളായി. രണ്ടാം സ്ഥാനം സൗത്ത് കൊറിയ കൊണ്ടുപോയി. ചൈനയാണ് ജേതാക്കളായത്, രണ്ടാം സ്ഥാനം സൗത്ത് കൊറിയ കൊണ്ടുപോയി. അപ്പൊ വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2023
വേദി എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്ക. ചൈന കപ്പ് കൊണ്ടുപോയി, തൊട്ടടുത്ത് സൗത്ത് കൊറിയ 2ാം സ്ഥാനവുമായി പുറകിലുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഓർത്തോണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? GI ടാഗ് ലഭിച്ച ഒരു മാമ്പഴം ഉണ്ട്. ഒരു മാമ്പഴം, അതിന്റെ പേരാണ് കാരി ഇഷാബ് എന്നാണ് പേര്. കാരി ഇഷാബ്. GI ടാഗ് ലഭിച്ച കാരി ഇഷാബ് എന്ന മാമ്പഴം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളത് ചോദിച്ചാൽ കർണാടക. ഓർത്തു വെച്ചു, കർണാടകം. കാരി ഇഷാബ് മാമ്പഴം, GI ടാഗ് ലഭിച്ച കാരി ഇഷാബ് മാമ്പഴം ഏത് സംസ്ഥാനം? കർണാടകമാണ്. കർണാടകത്തുള്ള മാമ്പഴമാണ്. ഇനി അടുത്തത് കഴിഞ്ഞ വർഷത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അല്ലെ? ആമസോൺ മഴക്കാടുകളിൽ വിമാനം തകർന്ന് കുടുങ്ങിപ്പോയവരുടെ കാര്യം നമ്മൾ അറിഞ്ഞതാണ് അല്ലെ? ആമസോൺ മഴക്കാടുകളിൽ വിമാനം തകർന്ന് ദിവസങ്ങളോളം അവർ ആ കാട്ടിൽ കഴിഞ്ഞ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലെ? കൊളംബിയ എന്ന് പറയുന്ന രാജ്യം അല്ലെ? കൊളംബിയൻ പോലീസ് ഇതിന് ഒരു രക്ഷാദൗത്യം നടത്തി. ആ രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഓർത്തു വെച്ചോണം കേട്ടോ. ആമസോൺ മഴക്കാടുകളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള കൊളംബിയ സൈന്യത്തിന്റെ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. മനസ്സിലിരിക്കണം, ചോദ്യം വന്നാൽ എഴുതണം. ഓപ്പറേഷൻ ഹോപ്പ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. രക്തം ദാനം ചെയ്യുക അല്ലെ? രക്തം ദാനം ചെയ്യുന്നവർക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും നൽകാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരള സർവകലാശാല. കേരള സർവകലാശാലയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല 1937 അത് വരുമ്പോ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു പേര്. പിന്നീട് അത് കേരള യൂണിവേഴ്സിറ്റി ആയി മാറിയതാണ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ ഓർത്തോണം. ഇനി അടുത്തത് ഒരു ഗെയിംസിനെ കുറിച്ചാണ്. ഏഷ്യൻ ഗെയിംസ് ശ്രദ്ധിക്കണേ. 4 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 4 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2018 ഏഷ്യൻ ഗെയിംസിന് ശേഷം 2022 ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടത്. പക്ഷെ 2022 ഏഷ്യൻ ഗെയിംസ് മാറ്റി വെച്ചിട്ട് 2023 നടന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2022 ഏഷ്യൻ ഗെയിംസ് എന്ന് വന്ന് കണ്ടാലും നിങ്ങളുടെ മനസ്സിൽ വേണം അത് നടന്നത് 2023 നടന്നത്. ഓക്കെ, അത് നടന്നതും വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. അതല്ല ഇവിടെ പറയാൻ വന്നത്. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെ? അപ്പൊ ഇവിടെ 2022 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കില്ലേ 2023 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ എന്തിനാ അത് പറയുന്നത് കേട്ടോ, അതിനുവേണ്ടി പറഞ്ഞതാണ്. അപ്പൊ 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെ? വേദി ഹാങ്ഷു ആണ്. ഹാങ്ഷു, HANGZHOU, ഹാങ്ഷു. അപ്പൊ 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെ? ഹാങ്ഷു ആണ്. ഹാങ്ഷു എവിടെയാ? ഹാങ്ഷു ചൈനയിലാണ്. 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ഹാങ്ഷു, അത് ചൈനയിലാണ്. ഇപ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് 3 റോബോട്ടുകളാണ്. അവയെ വിളിക്കും സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്ന് വിളിക്കും. സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്ന് വിളിക്കും. അപ്പൊ 2023 ഏഷ്യൻ ഗെയിംസ്, അപ്പൊ 2023 ഏഷ്യൻ ഗെയിംസ് കേട്ടോ. 2022 ഏഷ്യൻ ഗെയിംസ് 23 നടന്നു. അപ്പൊ 2022 ഏഷ്യൻ ഗെയിംസ് എന്നേ ക്വസ്റ്റ്യൻ പേപ്പർ വരത്തുള്ളൂ. അപ്പൊ 2022 ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് സ്മാർട്ട് ട്രിപ്ലെറ്റ്സ്. 3 റോബോട്ടുകളാണ് സ്മാർട്ട് ട്രിപ്ലെറ്റ്സ്. അതിന്റെ പേരുകളാണ് ചെൻചൻ, കൊൺകൊൺ, ലിയാൻ. ചെൻചൻ, കൊൺകൊൺ, ലിയാൻ. നല്ല പേരുകൾ അല്ലെ? ചെൻചൻ, കൊൺകൊൺ, ലിയാൻ അല്ലെ? ചെൻചൻ എന്ന് വിളിക്കില്ല, ചെൻചൻ, കൊൺകൊൺ, ലിയാൻ. ഇവരായിരുന്നു ആ 3 റോബോട്ടുകൾ. ഇനി മുദ്രാവാക്യം. ഈ പ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ 2022 ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹാർട്ട്, HEART, heart to heart at future. അതായിരുന്നു മുദ്രാവാക്യം. heart to heart at future. ഓർക്കാൻ എളുപ്പമുള്ള മുദ്രാവാക്യം അല്ലേ? ഹാർട്ട് ഹൃദയം,
ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ. ഇതാണ് മുദ്രാവാക്യം. തൽക്കാലം അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക കേട്ടോ. 2022 ഏഷ്യൻ ഗെയിംസ്. ഓക്കെ, 2022 ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചിഹ്നഗ്രഹത്തിന് പേര് നൽകിയതുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്. ചിഹ്നഗ്രഹം, ഒരു ചിഹ്നഗ്രഹത്തിന്റെ പേരാണ് മൈനസ് പ്ലാനറ്റ് എന്നൊരു ചിഹ്നഗ്രഹം ഉണ്ടായിരുന്നു. മൈനസ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹം ഉണ്ടായിരുന്നു. ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കും മാർസ്, വീനസ്, എർത്ത് എന്നൊക്കെ പഠിക്കാറുണ്ട്. ഇവിടെ ഒരു ചിഹ്നഗ്രഹമാണ്, അതിന്റെ പേര് മൈനസ് പ്ലാനറ്റ്. മൈനസ് പ്ലാനറ്റ്. ഓക്കെ, അതിന് ഒരു മലയാളിയുടെ പേര് നൽകി. ഒരു മലയാളിയുടെ പേര് നൽകി. ആ മലയാളിയുടെ പേര് ഡോക്ടർ അശ്വിൻ ശേഖർ എന്ന പേര് നൽകി. അശ്വിൻ ശേഖർ. അപ്പൊ ഒരു ചിഹ്നഗ്രഹത്തിന് മലയാളിയുടെ പേര് നൽകി. ഏത് ചിഹ്നഗ്രഹം? മൈനസ് പ്ലാനറ്റ് എന്ന ചിഹ്നഗ്രഹത്തിന്. മൈനസ് പ്ലാനറ്റ് എന്ന ചിഹ്നഗ്രഹത്തിന് മലയാളിയുടെ പേര് നൽകി. ആ മലയാളിയാണ് ഡോക്ടർ അശ്വിൻ ശേഖർ. ഈ ഡോക്ടർ അശ്വിൻ ശേഖർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അത് അറിയപ്പെടുന്നത് പ്രഥമ പ്രൊഫഷണൽ ഉൽക്കാശാസ്ത്രജ്ഞൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രഥമ പ്രൊഫഷണൽ ഉൽക്കാശാസ്ത്രജ്ഞൻ എന്നാണ് അറിയപ്പെടുന്നത് ഡോക്ടർ അശ്വിൻ ശേഖർ. വൈനു ബാപ്പു, MK വൈനു ബാപ്പുവിന് ശേഷം ചിഹ്നഗ്രഹത്തിന് ആദ്യമായിട്ടാണ് ഒരു മലയാളിയുടെ പേര് നൽകുന്നത്. ഒരു മലയാളിയുടെ പേര് നൽകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെച്ചോണം, അശ്വിൻ ശേഖർ. അശ്വിൻ ശേഖർ എന്നാണ് പേര്. അപ്പൊ ആ ഒരു പോയിന്റ്, അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തോണം. അവിടെ ഒരു 4 പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ. എന്താ? മൈനസ് പ്ലാനറ്റ് എന്ന ചിഹ്നഗ്രഹത്തിന് പേര് നൽകി അശ്വിൻ ശേഖർ. അദ്ദേഹമാണ് പ്രൊഫഷണൽ ഉൽക്കാശാസ്ത്രജ്ഞൻ. വൈനു ബാപ്പു എന്ന മലയാളിക്ക് ശേഷം ഒരു മലയാളിക്ക് ചിഹ്നഗ്രഹത്തിന്റെ പേര് നൽകി. ഈ 4 പോയിന്റ് അവിടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് അമരജ്യോതിയെ കുറിച്ചാണ് പറയാനുള്ളത്. അമരജ്യോതി, നിങ്ങൾ ചോദ്യം തെറ്റിദ്ധരിക്കരുത്. അമരജ്യോതി എന്നാണ് ഞാൻ പറഞ്ഞത്. അമർ ജവാൻ ജ്യോതി ഒക്കെ അവിടെ ഉണ്ട്. അമർ ജവാൻ ജ്യോതി വേറെയാണ്. അമർ ജവാൻ ജ്യോതി വേറെയാണ്. ഇവിടെ അമരജ്യോതി എന്നാണ് പറഞ്ഞത്. അമരജ്യോതി എവിടെയാണ്? ഈ അമരജ്യോതി, അമരജ്യോതി എവിടെയാണ് എന്നുള്ളത് ചോദ്യമായിട്ട് വരാം. അമരജ്യോതി എവിടെയാണ്? തെലങ്കാനയിലാണ്. തെലങ്കാന കേട്ടോ, തെലങ്കാന. ഓക്കെ, തെലങ്കാനയിലാണ് അമരജ്യോതി. തെലങ്കാനയിലാണ് അമരജ്യോതി. അപ്പൊ എന്തിനാണ് അമരജ്യോതി സ്ഥാപിച്ചത്? തെലങ്കാന സർക്കാർ സ്ഥാപിച്ചതാണ് ഈ പറയുന്ന അമരജ്യോതി. എന്തിനാണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന രൂപീകരണ സമയത്ത് രക്തസാക്ഷിത്വം വഹിച്ചവർക്കുള്ള സ്മാരകമാണ് അമരജ്യോതി എന്ന് പറയുന്നത്. സംസ്ഥാന രൂപീകരണ സമയത്ത് രക്തസാക്ഷിത്വം വഹിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണ് അമരജ്യോതി. അപ്പോൾ ആ അമരജ്യോതി ഏത് സംസ്ഥാനത്ത്? തെലങ്കാന. കൃത്യമായിട്ട് ഓർത്തോണം. സംസ്ഥാന രൂപീകരണ സമയത്ത് രക്തസാക്ഷിത്വം വഹിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകമാണ് അമരജ്യോതി. അത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിലാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇന്റർനാഷണൽ യോഗ ഡേ. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അത് പഠിച്ചോണം. അത് ജൂൺ മാസം 21-ാം തീയതിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത് ജൂൺ മാസം 21-ാം തീയതിയാണ്. 2023 യോഗാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN ആസ്ഥാനത്ത്, യുണൈറ്റഡ് നേഷൻസിന്റെ ആസ്ഥാനത്ത് യോഗയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. യോഗയ്ക്ക് നേതൃത്വം നൽകി. ഓക്കെ, അപ്പോ ഇപ്രാവശ്യത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യോഗ ഫോർ വസുദൈവ കുടുംബകം. യോഗ ഫോർ വസുദൈവ കുടുംബകം. യോഗ ഫോർ വസുദൈവ കുടുംബകം. അപ്പൊ 2023 യോഗാ ദിനത്തിന്റെ ആപ്തവാക്യമാണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചത്. യോഗ ഫോർ വസുദൈവ കുടുംബകം. യോഗ ഫോർ വസുദൈവ കുടുംബകം. ഓക്കെ, അപ്പൊ അതവിടെ ക്ലിയർ ആയി. ഇനി അടുത്തത് ഒരു ഹെൽത്ത് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഒരു ഹെൽത്ത് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. വിവാ കേരളം എന്നാണ് പേര്. വിവാ കേരളം. ഇവിടെ വിവാ കേരളം എന്ന് പറഞ്ഞാല് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അതാണ് വിവാ എന്ന് പറയുന്നത്. വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അനീമിയ രോഗത്തിനെതിരെയുള്ളതാണ്. നമുക്കറിയാം ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് അനീമിയ എന്നുള്ളതൊക്കെ നിങ്ങൾ എവിടെ പഠിക്കും? ബയോളജിയിൽ പഠിക്കും. ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് അനീമിയ എന്നുള്ളത് നിങ്ങൾ പഠിക്കും. അപ്പോ ഇവിടെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
ഹെൽത്ത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അത് ലക്ഷ്യപ്രാപ്തി കൈവരിച്ച, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നുള്ള ഹെൽത്ത് ക്യാമ്പയിൻ ലക്ഷ്യപ്രാപ്തി കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്താണ് മൈലപ്ര എന്ന് പറയുന്ന പഞ്ചായത്ത് കേട്ടോ. മൈലപ്ര പത്തനംതിട്ടയിലെ ഒരു സ്ഥലമാണ് മൈലപ്ര എന്ന് പറയുന്നത്. പത്തനംതിട്ട അല്ലെ, കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പത്തനംതിട്ട. പത്തനംതിട്ട അല്ലെ, ശബരിമല പത്തനംതിട്ടയിലാണ് ഒക്കെ നമുക്കറിയാം. അവിടെയാണ് മൈലപ്ര. ഓർത്തു വെച്ചു, മൈലപ്ര. ഇനി അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി, നമുക്കറിയാം ദ്രൗപദി മുർമു ആണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി. ഈ ദ്രൗപദി മുർമു ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. ഈ ദ്രൗപദി മുർമു സെർബിയ സന്ദർശിച്ചു. സെർബിയ എന്ന രാജ്യം സന്ദർശിച്ചു. അപ്പോൾ ദ്രൗപദി മുർമു ആണ് സെർബിയ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കേട്ടോ. അപ്പൊ സെർബിയ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി അതാണ് നമ്മുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമു. ഓക്കെ, പിന്നെ വേറൊരു പോയിന്റ് കൂടി ഇവിടെ നിങ്ങൾ ഓർത്തോണം. സുരിനാം എന്ന് പറയുന്ന രാജ്യം, സുരിനാം എന്ന് പറയുന്ന രാജ്യം അവരുടെ പരമോന്നത ബഹുമതി നൽകി ആരെ ആദരിച്ചു? ദ്രൗപദി മുർമുവിനെ ആദരിച്ചു കേട്ടോ. സുരിനാം എന്ന രാജ്യം അവരുടെ പരമോന്നത ബഹുമതി നൽകി ആരെ ആദരിച്ചു? നമ്മുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമുവിനെ ആദരിച്ചു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അവിടെ ഓർത്തോണം. ഓക്കെ, ഇനി അടുത്തത് അന്താരാഷ്ട്ര കാലാവസ്ഥാ സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് ആദ്യമായിട്ട് ഒരു വനിതയെ തെരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര കാലാവസ്ഥാ സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് ആദ്യമായിട്ട് ഒരു വനിതയെ തെരഞ്ഞെടുത്തു. അപ്പൊ വനിതയുടെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം. പേരാണ് സെലസ്റ്റെ സുലോ എന്നാണ് പേര്. സെലസ്റ്റെ സുലോ. അപ്പൊ ഇങ്ങനെ ഓർത്തോ, അന്താരാഷ്ട്ര കാലാവസ്ഥാ സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് സെലക്ട് ആയത് വനിതയാണ് എന്നുള്ളത് ഓർത്താ പോരെ. സെലക്ട് ആയത് വനിതയാണെങ്കിൽ സെലസ്റ്റെ എന്നുള്ളത് കിട്ടത്തില്ലേ? സെലസ്റ്റെ സുലോ എന്നാണ് പേര്. വനിതയുടെ പേര് സെലസ്റ്റെ സുലോ. ഓർത്തിരിക്കുക കേട്ടോ, സെലസ്റ്റെ സുലോ എന്നുള്ളതാണ് കാലാവസ്ഥാ സംഘടന കേട്ടോ. കാലാവസ്ഥാ സംഘടന, ആ സംഘടന മാറിക്കൊണ്ട് കാലാവസ്ഥാ സംഘടനയാണ്. ഇനി അടുത്തത് നോക്കൂ, നുസാന്തര. ഇതെന്താണെന്നറിയോ? ഇന്തോനേഷ്യ എന്ന രാജ്യത്തിന്റെ പുതിയ തലസ്ഥാനത്തിന്റെ പേരാണ് നുസാന്തര. ഇന്തോനേഷ്യ എന്ന രാജ്യത്തിന്റെ പുതിയ തലസ്ഥാനം ഏത്? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നുസാന്തര. ഓർത്തോ, ഇന്തോനേഷ്യക്ക് പുതിയ തലസ്ഥാനം. അപ്പൊ പുതിയ തലസ്ഥാനം ആകുമ്പോ ന്യൂ ആണ്. ന്യൂ കണ്ടോ, ന്യൂ. അപ്പൊ ന്യൂ എന്നുള്ളത് ന്യൂ ആക്കിയാൽ മതി. നുസാന്തര എന്ന് പറയാം. നുസാന്തര, ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനത്തിന്റെ പേരാണ് നുസാന്തര എന്ന് പറയുന്നത്. ഇനി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. രാജാ പർബ ഉത്സവം നടക്കുന്നത് ഏത് സംസ്ഥാനത്ത്? രാജാ പർബ ഉത്സവം നടക്കുന്നത് ഏത് സംസ്ഥാനത്ത്? ഒഡീഷ. ഓർത്ത് വെച്ചോണം കേട്ടോ. രാജാ പർബ ഉത്സവം നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഓർത്ത് വെച്ചോണം, ഒഡീഷയിലാണ്. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷം പൂർത്തിയായതിന്റെ വാർഷികാഘോഷമൊക്കെ നടന്നതൊക്കെ നമ്മൾ അറിഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ്? നല്ലൊരു ചോദ്യമായിരിക്കും അത്. ത്രിപുരയാണ്. ത്രിപുര കേട്ടോ. ഏതാണ്? ത്രിപുര. അപ്പൊ 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണ്. ഓർത്തോണം. അപ്പൊ ത്രിപുര എന്നുള്ള പോയിന്റ് അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 2023 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. രണ്ടാമത്തെ പാർട്ടായിരുന്നു. പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.